അങ്ങനെ ഇത്തവണത്തെ മൺസൂൺ ഇങ്ങി വന്നു. ഇനി മഴയും കോടയും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട് അതിൻ്റെ ഏറ്റവും ഭംഗിയിലായിരിക്കും കുറച്ച് നാളത്തേക്ക്. ഈ മഴയത്ത് മടി പിടിച്ച് വീട്ടിലിരിക്കാതെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? നല്ല മഴയൊക്കെ നനഞ്ഞ് വളഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന കാട്ടുവഴികളിലൂടെ ഓഫ് റോഡൊക്കെ ചെയ്ത് ഒരു മലമുകളിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. രാത്രി അവിടെ ഒരു ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴിൽ ഒരു രാത്രി ക്യാമ്പ് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി മഴയൊക്കെ നനഞ്ഞ് ഒരിക്കലും മറക്കാത്ത കുറച്ച് ഓർമ്മകൾ തന്ന മനോഹരമായ ഒരു യാത്ര. കാടിനാൽ ചുറ്റപ്പെട്ട ആ മലയുടെ ടോപ്പിൽ പെരുമഴയത്ത് ഭയത്തോടു കൂടി കഴിച്ചു കൂട്ടിയ ഒരു രാത്രി. സാഹസികതയും സ്വാതന്ത്ര്യവും പ്രകൃതിയുടെ അത്ഭുത സൗന്ദര്യമൊക്കെ ഒരുമിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. അപ്പോൾ ഇത്തവണത്തെ മൺസൂൺ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ടെൻറ്റ് ക്യാമ്പിങ്ങും സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്തതാണ്. അപ്പം ഇതുപോലത്തെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത്തവണത്തെ മൺസൂണിൽ നമ്മുടെ വ്ളോഗുകൾ കംപ്ലീറ്റ് ഇതുപോലത്തെ ടെൻറ്റ് ക്യാമ്പിങ്ങും സ്റ്റേ ഒക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോയുടെ ആദ്യത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ തലേദിവസം തന്നെ ഡെക്കാത്തലോണിൽ പോയിട്ട് പുതിയൊരു ടെൻ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ ടെൻറ്റ് ക്യാമ്പിംഗ് ആയിട്ട് പുള്ളിക്കാനത്തേക്കാണ് ഇപ്പോൾ യാത്ര പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല അടിപൊളി കോടയൊക്കെ ഉള്ള ക്ലൈമറ്റാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ടെൻറ്റ് ക്യാമ്പിംഗ് എന്തായാലും വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരാൻ പോവുക. അപ്പോൾ ടെൻറ്റ് വാങ്ങിയിട്ട് എവിടെ പോകും എന്നുള്ളൊരു ചോദ്യം വന്നപ്പം എല്ലാവരും തന്നെ ആദ്യം പറഞ്ഞ സ്ഥലമാണ് പുള്ളിക്കാനം. നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ല സ്ഥലമുള്ളപ്പോൾ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനായിട്ട് നിന്നില്ല. നേരെ വണ്ടി എടുത്ത് പുള്ളിക്കാനത്തേക്ക് പോയി. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോരുന്ന വഴിക്ക് കംപ്ലീറ്റ് മഴ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുള്ളിക്കാനത്തെത്തി. മലയുടെ മുകളിലേക്ക് ഇപ്പോൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മലയുടെ മുകളിലെത്തിയത്. അപ്പം ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പുള്ളിക്കാനൻ ചുംബനമുനമ്പ് വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലൂടെ കാണുന്ന ഓഫ് റോഡ് വഴിയിലൂടെയാണ് ഈ മുകളിലേക്ക് പോരുന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ കോടയും മഴക്കാറും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇനി ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് മുന്നേ പെട്ടെന്ന് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നല്ലൊരു സ്ഥലം തേടി പോവുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു പാറയുടെ സൈഡിലായിട്ട് അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ നമുക്ക് ടെൻ്റ് അടിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം താമസിക്കാതെ അവിടെ ടെൻ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ടെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയൊരു സ്ഥലം കിട്ടി. ഒരുപാട് താഴ്ന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ ടെൻറ്റ് അടിച്ചതിന് ശേഷം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെൻറ്റിനുള്ളിൽ വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ഒഴുകി പോകാൻ ചാൻസ് ഉള്ള സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തത്. ടെൻറ്റ് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ശക്തമായിട്ട് കാറ്റുള്ളതുകൊണ്ട് തന്നെ നല്ല അയൺ ബെക്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ടെൻറ്റ് അടിച്ചുറപ്പിച്ചാണ് അവിടെ നിർത്തിയത്. എന്തായാലും ടെൻ്റ് അങ്ങോട്ട് അടിച്ചു വെച്ച പുറകെ തന്നെ ശക്തമായിട്ട് മഴ തുടങ്ങി. അങ്ങനെ ഒരു അരമണിക്കൂറോളം തന്നെ ആ മഴ അങ്ങ് നിന്ന് പെയ്തു. പിന്നെ ഞങ്ങൾ ടെൻറ്റിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ സന്ധ്യയായിരുന്നു. അത്യാവശ്യം ഇരുട്ടൊക്കെ കയറി തുടങ്ങി. മാത്രമല്ല ചുറ്റിനും കോടയായതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിലും ശക്തമായിട്ട് ഇടിമിന്നൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കൊള്ളിയാനൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അപ്പം അധികം സമയം പുറത്ത് നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ടെൻറ്റിനകത്ത് കയറിയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് പയ്യെ താഴോട്ടിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. കോടയൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് അങ്ങ് ദൂരെ ഈരാറ്റുപേട്ട ടൗണിൻ്റെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മഴ ചെറുതായിട്ട് കുറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പയ്യെ ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്യാമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള കുക്കിങ്ങിനൊക്കെ ഇതുപോലത്തെ കുഞ്ഞ് സ്റ്റൗവും അതുപോലത്തെ ചെറിയൊരു ബ്യൂട്ടൈൻ സിലിണ്ടറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള കുക്കിങ്ങൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
150 രൂപ വിലയുള്ള ആ ബ്യൂട്ടേൺ സിലിണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡൊക്കെ എളുപ്പത്തിലുണ്ടാക്കാം. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇരുട്ടായി. ഇപ്പം നമ്മുടെ ടെൻറ്റിനുള്ളിലെ വെട്ടം മാത്രമേ ഇവിടെ ഉള്ളൂ. രാത്രിയിൽ കൊടും തണുപ്പത്ത് ഇതുപോലെ വലിയൊരു മലയുടെ മുകളിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ടെൻ്റൊക്കെ അടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതറിയണമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. പ്രത്യേകിച്ച് നല്ല മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും. അയ്യോ മഴയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, മഴ പെയ്താൽ നമുക്ക് അതിന് നേരം വീഡിയോ എടുക്കാൻ വരാം. ഇങ്ങനെ പട്ടി എടുക്കണം നോക്കണം. മുമ്പത്തെ പോലെ കേട്ടോ, ഹെൽമെറ്റ് കഴിച്ചെൻ്റെ ഫുഡിൻ്റെ മണം കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വരും. ഭാഗ്യയുടെ വേസ്റ്റ് കൊണ്ടാണ് ഈ പ്രത്യേകം മുട്ട മറന്നു പോയതാ പറ്റിപ്പോയി. മുട്ട കണ്ടിരുന്നത് സെറ്റായിരുന്നു, ഓംലെറ്റ് അടിക്കാൻ പറ്റില്ല. ചായ നമ്മൾ എടുത്തില്ലായിരുന്നു. ചായ ഇത്ര ഒരു മനുഷ്യല്ല. വെള്ളാടി സീട്ട് ഇതിനകത്തോണ്ട് നമുക്ക് ഇതേ പറ്റും. കട്ടൻ കാപ്പി തരണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പം രാത്രി ഒരു 9 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ പുറത്തൂടെ ഇവിടെ ഒന്നും ഇല്ലെന്ന് ഓർത്ത് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സാധനം ഓടുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ കാട്ടുപന്നിയാണെന്ന് തോന്നുന്നു. ആദ്യം പട്ടിയാണെന്ന് വിചാരിച്ചത്, പക്ഷേ കാട്ടുപന്നി ആയതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറിയിരുന്നതാണ്. അപ്പം നമ്മൾ ടോർച്ച് അടിച്ചപ്പോൾ എന്തായാലും സംഭവം ഓടിപ്പോയി. നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ആ ഒരു സ്മെല്ല് വന്നിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പന്നി പട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പം വേറെ മൃഗങ്ങളൊന്നും ആണ് ഫുഡിൻ്റെ വേസ്റ്റാണ് ഒരു പ്രശ്നം. കുറേ നേരം പുറത്തിരുന്നിട്ട് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പോൾ മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ തണുപ്പ് കൂടിയിട്ട് വീണ്ടും ഒരു ടീഷർട്ട് കൂടി എടുത്തിട്ട് വന്നു. അപ്പോൾ ഇനി അധികം നേരം പുറത്തിരുന്ന് കഴിഞ്ഞാൽ മഞ്ഞവെള്ളം ഇങ്ങനെ തലയിലോട്ട് വീഴുന്നതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം മഴ പ്രതീക്ഷയാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത്. ഇപ്പം മഴക്കാറുണ്ട്, എപ്പോഴും മഴ പെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പം നമ്മൾ രാത്രി മഴ പെയ്യണം നമുക്ക് ഒന്നുകൂടെ എഴുന്നേറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ തൽക്കാലം ടെൻറ്റ് ക്ലോസ് ചെയ്തിട്ട് കിടക്കുവാണ്. രാത്രി ഒരു 2 മണിയായിട്ടുണ്ട്. നല്ല കാറ്റാണ് പുറത്ത്. ടെൻ്റ് എടുത്തോട്ട് പോകുന്നിടത്ത് കാറ്റുണ്ട്. അല്ല അത് കമ്പിയല്ല, കമ്പി പുറത്ത്. നല്ല വെട്ടം കാണുന്നുണ്ട്. നേരം വെളുത്തുന്നു. പക്ഷേ സമയം രാവിലെ 5:45 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല വെട്ടമുണ്ട്. തുറന്നു നോക്കാല്ലേ. പക്ഷെ 5:45 ഇത്രയും വെട്ടം, അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അല്ലേ? അങ്ങനെ ഒരു രാത്രി ഫുള്ള് കോടയും മഞ്ഞും മഴയും ഇടിമിന്നലും ഒക്കെ ആയിട്ട് നല്ല പേടിപ്പിക്കുന്ന ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു. അത് കൂടാതെ രാത്രിയിൽ എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ ഈ ടെൻറ്റിന് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ പേടി തോന്നിയെങ്കിലും ഈ ഒരു ക്യാമ്പിങ് വേറെ ലെവൽ അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പയ്യെ നമ്മൾ ടെൻറ്റിനകത്ത് നിന്ന് പുറത്തിറങ്ങി. ചുറ്റിനും ഒന്നും കാണാൻ വയ്യാത്ത രീതിയിലുള്ള കോടയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഇപ്പോൾ 6 മണിക്കാണ് സൺറൈസ്. പക്ഷേ ഒരു 5:30 മുതൽ തന്നെ നല്ല രീതിയിൽ വെട്ടമുണ്ട്. പക്ഷെ ഫുള്ള് കോട കയറി കിടക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റാത്ത തണുപ്പുണ്ട്. എന്തായാലും രാത്രിയിൽ കിടന്ന പോലത്തെ അല്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കംപ്ലീറ്റ് നല്ല തണുപ്പാണ്. ചുറ്റിനും എന്താണ് അവസ്ഥ എന്ന് കാണിച്ചു തരാൻ മേലെ. ഇവിടെ എല്ലായിടത്തും കോട കയറി നല്ല തണുത്ത് കിടക്കുകയാണ്. നല്ലൊരു സൺസെറ്റും സൺറൈസും ഒക്കെ പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഇന്നലെ വൈകിട്ട് വന്നപ്പം എങ്ങനെയാണോ ക്ലൈമറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് നേരം വെളുത്തപ്പോഴും. എവിടെ നോക്കിയാലും കോട മാത്രമേ ഉള്ളൂ, സൂര്യനെ കാണാൻ പോലും ഇല്ല. ഞങ്ങളിവിടെ ടെൻ്റ് അടിച്ച ഈ സ്ഥലത്തിന് ചുറ്റിനും ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയ കുറേ ട്രാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഫുള്ള് കോട ആയതുകൊണ്ടും സന്ധ്യയൊക്കെ ആയതുകൊണ്ടും അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയില്ല. അപ്പോൾ കണ്ണൻചേട്ടൻ രാവിലെ ബൈക്കൊക്കെ എടുത്തിട്ട് ഒരു റൗണ്ട് പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളേതായാലും ഒന്നുകൂടെ ബൈക്ക് എടുത്തിട്ട് വീണ്ടും ഇവിടെയുള്ള ഓഫ് റോഡ് വഴികളിലൂടെയൊക്കെ ഒന്നുകൂടെ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹൈ റേഞ്ച് ചെല്ലുമ്പം എല്ലായിടത്തും കാണുന്ന പോലെ ഇവിടെ ഒരു ഡസ്റ്റർ കത്തിക്കിടപ്പുണ്ട്. അപ്പം ഈ ഒരു വണ്ടി മാത്രം ഇങ്ങനെ തീ പിടിച്ച് കത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. കാടും മലകളും മഞ്ഞും മഴയും ഒക്കെ ആയിട്ട് സ്വർഗം മാമ സ്വർഗം.
ഇപ്പോൾ ഇത് രാവിലെ സമയം 9 മണിയായിട്ടുണ്ട്. കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല, ഇപ്പോഴും കോടയാണ് ഫുള്ള്. പിന്നെ ഇതുണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ താഴത്തെ വഴി കൂടെയൊക്കെ പുതിയ ആൾക്കാരൊക്കെ വന്ന് ഓഫ് റോഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഏതായാലും ഈ ഒരു പ്രദേശത്ത് വേറെ അങ്ങനെ ക്യാമ്പ് ചെയ്യാൻ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ ഇത്രയും ഒറ്റപ്പെട്ട ഒരു ഏരിയയിൽ നമ്മൾ 3 പേര് മാത്രമായിരുന്നു ഇന്നലെ വൈകിട്ട് ഇവിടെ സ്റ്റേ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും കൂടുതൽ ആൾക്കാരൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പിന് വരിക. അപ്പോൾ ഇപ്പം നമ്മൾ സമയം 9 മണിയായി. ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിന്നിട്ട് വലിയ കാര്യമില്ല, ഇതുപോലെ കോട മൂടിയ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പം നമ്മൾ പയ്യെ ടെൻ്റൊക്കെ അഴിച്ചിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. പിന്നെ രാവിലെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ എവിടെയെങ്കിലും കട കണ്ടുപിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പയ്യെ നാട്ടിലേക്ക് പോകണം. നാട്ടിൽ നല്ല മഴയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ രാവിലെ ഒരു 9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ എഴുന്നേറ്റ് ടെൻ്റൊക്കെ അഴിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് നൽകുന്നത്. ജോലി തിരക്കുകളും മറ്റു പ്രശ്നങ്ങളുമൊക്കെ മാറ്റിവെച്ച് കുറച്ച് നേരത്തേക്കെങ്കിലും ഇങ്ങനെ പ്രകൃതിയോടൊപ്പം ജീവിക്കുമ്പോൾ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളുടെ കൂടെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള യാത്രകൾ സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, മനസ്സിനെ പുതുക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനുമുള്ളതാണെന്ന് വീണ്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പങ്കുവെക്കാനും മറക്കരുത്. അപ്പം ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.